ഗായ്സ് അങ്ങനെ നമ്മൾ അബഹയ്ക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. ഇങ്ങനെ നേരമൊക്കെ വെളുത്തു ഗായ്സ്. നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര കഴിപ്പിലൊക്കെയാണ് ഗായ്സ്. ദൂരെ നോക്ക് ഭയങ്കര തീയൊക്കെ വരുന്നുണ്ടോ? ഫസ്റ്റ് ടൈം കാണും ഇങ്ങനെയൊക്കെ. ഇവിടെ എന്തായാലും നല്ല വ്യൂ ഉണ്ട് ഗായ്സ്. നേരിട്ട് കാണും. ഗായ്സ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തുരങ്കത്തിൽ കൂടെ കയറി. തുരങ്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അബഹയിലേക്കുള്ള ചുരം കയറുന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈ സിറ്റിയിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ നോക്ക് ഗൈസ്, നമ്മൾ ഹൈ സിറ്റിയിലേക്ക് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹൈ സിറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് ഹൈ സിറ്റി എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് അവിടെയാണുള്ളത്, കണ്ടില്ല. അപ്പം പക്ഷെ നമ്മളെ മാഡം പറഞ്ഞു നമ്മളൊരു പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ട്, അപ്പം നമുക്ക് അതിലേ പോവാണ്. നമ്മൾ അതിലേ പോവാണ്. ഹായ്, ഇതാ വെക്കുന്നത് ഫുലൂസ് കാണുന്നു. ഫുലൂസ് ഇല്ലാതെ തരത്തില്ല. അത് ഫുലൂസ്. അന്നമ്മേനെ പിടിക്കപ്പെട്ടു ഗായ്സ്. അന്നമ്മ പിടിക്കപ്പെട്ടു ഗായ്സ്. എന്നാ ഇങ്ങോട്ട് പോരവാ അങ്ങോട്ട്. അന്നമ്മ പിടിക്കപ്പെട്ടു ഗായ്സ്. ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അന്നമ്മ പൂ മേടിച്ചു. ഇപ്പൊ ആ കൊച്ചാണെങ്കിൽ തിരിച്ചു വാങ്ങുന്നില്ല. അന്നമ്മ പെട്ടിരിക്കുകയാണ്. പെട്ടു ഗായ്സ്. അവൾ പെട്ടു. ഇവിടുന്ന് നമ്മള് ക്രോസ് ചെയ്യുവാണ് ഗായ്സ്. ഇവർക്ക് വഴി തെറ്റിപ്പോയി ഗായ്സ്. നമുക്ക് റോഡ് ക്രോസിന് എളുപ്പമുണ്ടാവും. ഓക്കെ, ക്യാമറമാൻ അനഘയോടൊപ്പം റിപ്പോർട്ടർ അന്നമ്മ. നമ്മുടെ റെയിമി നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ റെയിമി. ഓക്കെ ഓക്കെ. പറയൂ റെയിമി, ഹൈ സിറ്റി നീ ആദ്യമായിട്ടാണോ? ഞാൻ സെക്കൻഡ് ടൈം ആണ്. പക്ഷെ ഈ ഒരു എൻട്രൻസിൽ കൂടെ നമ്മൾ ആദ്യമായിട്ടാ. ഈ എൻട്രൻസിൽ കൂടെ നമ്മൾ ആദ്യമായിട്ടാ. അതേതാ, നമ്മുടെ വണ്ടി അവിടെയായിരുന്നു പാർക്ക് ചെയ്തത്. പണ്ട് നമ്മളൊരു ഇതൊക്കെ ചെയ്തിരുന്നു, ഒരു റീലൊക്കെ ചെയ്തത്. പൊളിയല്ല. നൈസ്. പറയൂ റെയിമി, എന്താണ് ഇവിടുത്തെ ആ ഒരു വ്യൂ? ആ വ്യൂ ആ പാറയാണ്. ആ പാറ കൊണ്ട് ഈ കന്നാസും കടലാസും ഒക്കെ പോകുന്ന കണ്ടിട്ടില്ല ഗൈസ്? അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അബഹയുടെ തെരുവുകൾ ഒരു ഭ്രാന്തികളെ പോലെ അവർ അലഞ്ഞു തിരിയുകയാണ് ഗൈസ്. ഓ, നമ്മുടെ സൂര്യയും അഞ്ജനയും അവിടെ നിന്ന് കഠോരമായ വീഡിയോസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, യെസ് ഗൈസ്. അൽ ഫോട്ടോഗ്രാഫർ. മൈ ഗോഡ്, മൈ ഗോഡ്. ശരി എന്നാ. അങ്ങനെ ഗൈസ് നമ്മൾ അബഹയിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടെ മഞ്ഞൊക്കെ മൂടി പൊളിയായിരുന്നു. ഈ പ്രാവശ്യം വേറൊരു വെതർ, കുറച്ചും കൂടെ സൺലൈറ്റൊക്കെ ആയി വന്ന് വേറൊരു വെതറാണ് ഈ പ്രാവശ്യം. ഇപ്പം ശരിക്കുള്ള ഒരു ആക്ച്വലി വെതർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമണ്ണ് പോകുമ്പോഴൊരു വെതർ. ഇതാണ് വാഗമണ്ണ്. ഞാൻ വാഗമണ്ണ് പോയിട്ടില്ല. നല്ല കാറ്റ്. പക്ഷെ ഇവിടെ ഈ പ്രാവശ്യം നമ്മളിവിടെ ഇരുന്നാണ് ഫോട്ടോ എടുത്തത് ഗൈസ്. നമ്മുടെ കൂടെ ഉള്ളവർ പുറകെ വരുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ഹൈ സിറ്റിയുടെ ഏറ്റവും ടോപ്പ് വ്യൂയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പൊളിയാണ്. അപ്പോൾ അങ്ങനെ മേഘങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ അതിരാവിലെ വരുവാണെങ്കിൽ ഒരു പൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുന്ന് നോക്കിയാൽ താഴേക്ക് നോക്കിയാൽ നല്ല നമ്മൾ വന്ന ചുരമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഗൈസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഈ വഴി കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കയറി വന്ന് അബഹേൻ്റെ ടോപ്പ് മോസ്റ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഒരു വാഴ കൃഷി, താഴെ ഒരു കപ്പയും. ഓ പൊളി. അതിന്റെ താഴെ ഒരു ഉള്ളി കൃഷി. കൃഷി അവഹേൽ നടത്താൻ പോകുന്ന 2 കൃഷിക്കാർ. ഗൈസ്, നമുക്കൊരു പാട്ട് പാടാം. എല്ലാരും വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു പോകാൻ. എല്ലാരും ഒന്ന് ഓടിച്ച് കാണിച്ച്. സൂര്യ 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 നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മഴയത്തോടി ഇനിയുള്ളതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാളികളായി. ഗായ്സ്, അങ്ങനെ നമ്മൾ ഹൈ സിറ്റി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ഓണർ മിസ്റ്റർ ആവത്തിൻ്റെ ഫാമിലേക്ക് പോവാണ്. പോംഗ്രാനൈറ്റിൻ്റെ ഒരു ഫാമാണ് അവിടെ കാണുന്നത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഓഫ് റോഡാണ് ഇവിടെ മൊത്തമായിട്ടുള്ളത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഗൈസ്, ഇത് ഈ ഷെഡിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഈ പോംഗ്രാനൈറ്റ്സ് ഇവർ നട്ട് വളർത്തിയേക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ അവർ അത് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ഉണ്ട്. ഒരു ഏരിയ ഒരു മൊത്തമായിട്ട് തന്നെ അത് ഹിൽസിൻ്റെ മുകളിലാണെന്ന് വിചാരിക്കണം ഗൈസ്. വലിയ മലകളുടെയൊക്കെ മുകളിലാണ് ഇവരിത് നട്ട്. അങ്ങനെ നമ്മളിവിടെ താഴെ ചെറിയൊരു സ്ഥലത്ത് വന്നേക്കുവാണ്. ഇതിൻ്റെ മുകളിലാണ് അവരുടെ ഓഫീസും ഫാം ഹൗസ് അങ്ങനെയൊക്കെയുള്ള ആ മുകളിൽ കാണുന്ന അവിടെയാണല്ലോ. അങ്ങോട്ട് നമ്മൾ നടന്ന് കയറി പോകണം. അപ്പോൾ ഒരു ജസ്റ്റ് താഴെ നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് താഴെ നിന്ന് കണ്ട വ്യൂ. ഇപ്പം നമ്മളതിൻ്റെ മുകളിൽ വന്നു, നമ്മൾ നടന്ന് കയറി. അങ്ങനെ നമ്മൾ മിസ്റ്റർ ആവത്തിൻ്റെ ഫാമിലെത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏറ്റവും മുകളിലാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുവാണ്. നമ്മുടെ റെയ്മിയുടെയും ഋതു ചേച്ചിൻ്റെ പ്രഹസനങ്ങളാണ് നമ്മളിവിടെ ദിവ്യ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. ഇത് ഇവരുടെ അതിസാഹസികരമായ സ്പോർട്ട് ഡാൻസാണ് ഗൈസ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ട് എ ഡാൻസ്. കുറച്ചേരം അത് തന്നെയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇനി ഇവിടെ മൊത്തം ഒന്ന് കാണാൻ ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ആകാശം പൊളി, നല്ല രസമുണ്ട്. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞൊരു ആകാശമാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ഓണർ വന്നിട്ടുണ്ട്. നമുക്ക് മുട്ടായൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുട്ടായി എടുക്കാൻ വേണ്ടി ഉള്ള ഒരു പങ്കപ്പാടിലാണ് ഗൈസ്. പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, എന്നൊക്കെ ഓടി വാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വ്ളോഗിങ്ങിലായതുകൊണ്ട് നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. അത് മിസ്ത്രാവത്തിൻ്റെ മോനാണ്. എന്താ ചിരി. അങ്ങനെ എല്ലാവരും ഓടി നടന്ന് കിട്ടി. എനിക്കും കിട്ടി ഗൈസ് ഒരു ബൗണ്ടി. എനിക്ക് റെമി തന്നത് ഗൈസ്. അങ്ങനെ വ്ളോഗർക്കും കിട്ടി ഒരു ബൗണ്ടി. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞ് ഓണറിൻ്റെ പുറകെ പോവാണ്. നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. ഹലോ, കിട്ടിയോ? മുട്ട കിട്ടിയോ? അത് ആദ്യം കൈയിട്ട് വരി. അവര് വരുന്നതിന് മുന്നേ ഗാലക്സിയാ ഏതോ ഒരെണ്ണം കിട്ടി. അങ്ങനെ നമ്മൾ ആദ്യം വന്ന ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഉയർന്ന സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു കയറി ഗൈസ്. ഇതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളെ നമ്മുടെ ഓണർ വിളിച്ചു. അങ്ങനെ എല്ലാവരും ജാതിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നമ്മ എന്തോ കടകടോരമായി എന്തോ ചോക്ലേറ്റിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ നമ്മളതിലൊന്നും മുഴുകാതെ നമ്മൾ ഓണറിൻ്റെ പുറകെ ഫോട്ടോയ്ക്ക് വേണ്ടി ഓടുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഓണർ എങ്ങനെ ഫോട്ടോ നിൽക്കണമെന്നും എവിടെ നിന്നാൽ നല്ല പിക്ചർ കിട്ടുമെന്നൊക്കെ പറഞ്ഞു തരുവാണ്. ബാക്ക് സൈഡ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരുവാണ് ഗൈസ് നമ്മളോട്. അങ്ങനെ അപ്പച്ചൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമറയും പുറകെ പോകുന്നു.
അങ്ങനെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. സബിയും ജസാനും എടുത്തു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പകരം അബഹക്കാരെല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പം. എന്ത് രസമല്ല ഇങ്ങനെ വെള്ളം ഇട്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് ഗൈസ്. ഉജാല സ്റ്റിഫൻ ഷായി വെള്ളത്തിൽ ചേർക്കൂ, കഴുകിയ തുണികൾ മുക്കിയോ. അങ്ങനെ ഗൈസ് നമ്മൾ ഫാമൊക്കെ കണ്ടു, നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ചിറങ്ങി. നല്ല കോട മഞ്ഞാണ് ഗൈസ് നമ്മൾ തിരിച്ചു പോരാൻ നേരത്തൊക്കെ. നല്ല രസമാണ് ആകാശമൊക്കെ കാണാൻ. ചില സമയത്ത് ഭയങ്കര കോടയും, ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ആകാശം. എന്തായാലും പൊളിയായിരുന്നു ഗൈസ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങളുടെ അബഹ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. See you. See you next vlog. Next vlog. Yes, next vlog. See you next vlog. Bye bye guys.